വയനാട് ബത്തേരി സ്വദേശി ഹേമചന്ദ്രൻ കൊലപാതകത്തിൽ മുഖ്യ സൂത്രധാരൻ നൌഷാദിനെ ഇന്ന് കോഴിക്കോട് എത്തിക്കും. ഇന്നലെ രാത്രി ബംഗളൂരു വിമാനത്താവളത്തിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത നൌഷാദിന്റെ ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചിട്ടുണ്ട്. ദീപക് ധർമ്മടം കോഴിക്കോട്ട് എന്ന വിവരങ്ങളുമായി ചേരുകയാണ്. ദീപക്, ഇതിൽ ഇനിയിപ്പോൾ മുഖ്യപ്രതി കൂടി പോലീസിന്റെ ചോദ്യമുനയിലേക്ക് വരാൻ പോവുകയാണ്. ഇപ്പോൾ തന്നെ ആ കേസുമായി ബന്ധപ്പെട്ട് ഒരുപാട് ദൂരം മുന്നോട്ട് പോകാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. മറ്റ് പ്രതികൾക്കൊപ്പം ഇരുത്തി ചോദ്യം ചെയ്യുക, കൂടുതൽ വ്യക്തത വരുത്തുക, നിലവിൽ ലഭ്യമായിരിക്കുന്ന ശേഖരിച്ച ശാസ്ത്രീയ തെളിവുകളടക്കം നിരത്തിയുള്ള ചോദ്യം ചെയ്യലിലേക്ക് ഇനി കടക്കുക. അതാണ് പോലീസിന് മുന്നിലുള്ള അടുത്ത നടപടി. ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെ, പോലീസിന്റെ തുടർ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും ദീപക്? റിജിത്, വെരി ഗുഡ് മോർണിംഗ്. ഒരുപക്ഷെ ഈ കേസിൽ അൺഡിറ്റക്റ്റഡ് ആയി കണ്ടെത്താതെ തെളിയാതെ പോകുന്ന 100 കണക്കിന് തിരോധാന കേസുകളിൽ ഒന്നായി കോഴിക്കോട്ടെ ഈ തട്ടിക്കൊണ്ടുപോകൽ കേസ് കൂടി മാറുമായിരുന്നു. ആ ഘട്ടത്തിലാണ് ശാസ്ത്രീയമായ കുറ്റാന്വേഷണത്തിലൂടെ ഒരു പെൺസുഹൃത്തിനെ കൊണ്ട് വിളിപ്പിച്ച് പുറത്തേക്കിറക്കിയതിനെ തുടർന്ന് നടത്തിയ സൈബർ അന്വേഷണം, ആ അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ നൌഷാദിനെ വിദേശത്ത് നിന്നും എത്തിച്ചു. കർണാടകത്തിൽ ബംഗളൂരുവിലാണ് എത്തിച്ചത്. ബംഗളൂരു എമിഗ്രേഷൻ പിടിച്ചുവെച്ചു. അതിനുശേഷം കർണാടകത്തിലെ പോലീസിന് കൈമാറി, ബംഗളൂരു എയർപോർട്ട് പോലീസ് സ്റ്റേഷനിൽ കൈമാറി. ഇപ്പോൾ പ്രേക്ഷകർ ദൃശ്യങ്ങളിൽ കാണുന്നത് കർണാടക എയർപോർട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്നും ഈ മുഖ്യപ്രതി നൌഷാദിനെ കേരള പോലീസിൻ്റെ അന്വേഷണ സംഘം ഏറ്റുവാങ്ങുന്നതാണ്. അതായത് കസ്റ്റഡിയിലെടുക്കുകയാണ്. കേരളത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് രാവിലെ തന്നെ കേരളത്തിലെത്തും. എത്തിക്കഴിഞ്ഞാൽ നേരെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ACP A ഉമേഷ്, അദ്ദേഹത്തിനാണ് ഇപ്പോൾ താൽക്കാലിക ചുമതല അന്വേഷണത്തിൻ്റെ, അദ്ദേഹത്തിന് മുൻപാകെ ഹാജരാക്കും. ഇപ്പോൾ സിറ്റി സൈബർ സ്റ്റേഷനിലെ IP KK ആഗീഷിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് കേരളത്തിൽ നിന്നും കർണാടകത്തിലെത്തി കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇനി വിശദമായ ചോദ്യം ചെയ്യലിനൊപ്പം തന്നെ അറസ്റ്റ് റെക്കോർഡ് ചെയ്യും. അറസ്റ്റ് റെക്കോർഡിംഗ് കഴിഞ്ഞാൽ റിമാൻഡ് ചെയ്യും. റിമാൻഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങും. തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. മാത്രവുമല്ല, ഇതിൽ കൂടുതൽ പ്രതികളിലേക്ക് അന്വേഷണം നീങ്ങും. ഇതിൽ ഒരു കൊലപാതക കേസിൽ സ്ത്രീകൾ പോലും ഗൂഢാലോചനയിൽ പങ്കാളികളാവുന്ന ഒരു സാഹചര്യം ഈ കേസിലുണ്ടാകും. വളരെ ആസൂത്രിതമായി തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി രഹസ്യമായി ഒരു കാട്ടിൽ ആനത്താരയിൽ മറച്ചു വെച്ച ഒരു കേസ്. 1 വർഷം, അതായത് മാർച്ച് 20-നാണ് തട്ടിക്കൊണ്ടുപോകുന്നത്. അത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ താമസിക്കുന്ന വാടക വീട്ടിൽ നിന്നും പെൺസുഹൃത്തിനെ കൊണ്ട് വിളിപ്പിച്ചാണ്. വളരെ ആസൂത്രിതമായി നൌഷാദ് നടത്തിയ ഒരു കൊലപാതകമാണിത്. അതുകൊണ്ട് തന്നെ നൌഷാദിനെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിൽ നിന്നും മനസ്സിലാവുന്നത്. റിജിത്, സ്മിത. ശരി, ദീപക് ധർമ്മടം കോഴിക്കോട്ട് എന്ന വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു.